നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 കൊളോണിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ കാർണിവാലിന്റെ മൂർധന്യാവസ്ഥയാണ്. കൊളോണിൽ റോസൻ മൊണ്ടാഗ് റാലി നടക്കുന്നത് ഇന്നാണ്. ഏകദേശം 5 ലക്ഷത്തിലധികം സന്ദർശകർ പങ്കെടുക്കുന്ന റാലി റോസൻ മൊണ്ടാഗ് സൂക്ക് രാവിലെ 9 മണിക്കാണ് കൊളോണിലെ തെരുവീതികളിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണത്തിലും അതുപോലെ സ്ട്രാസകളിലും ഒക്കെ തന്നെ പലയിടങ്ങളിലും പരിമിതികൾ കാണും എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും കാർണിവാലിന്റെ ആശംസകളും നേരുന്നു. 2 ആഴ്ച മുമ്പ് തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിലുണ്ടായ ഭൂകമ്പത്തിനെ തുടർന്ന് അന്താരാഷ്ട്ര രാജ്യങ്ങൾ നടത്തിയ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തുർക്കി അവസാനിപ്പിച്ചു. അതിജീവനത്തിനുള്ള സാധ്യത കുറയുന്നു. അതിജീവിച്ചവരാരും വീണ്ടെടുക്കപ്പെടുന്നില്ല. ഭൂകമ്പമുണ്ടായ 11-ൽ 9 പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് തുർക്കി അറിയിച്ചത്. സിറിയയിൽ സഹായമെത്തുന്നത് സാവധാനത്തിൽ മാത്രമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തുർക്കിയിലെ തെരച്ചിലിനിടയിൽ രക്ഷാപ്രവർത്തകർക്ക് ആരെയും തന്നെ കണ്ടെത്താനായില്ല. തുർക്കിയിലും സിറിയയിലും 46,000-ത്തിലധികം ആളുകളാണ് മരിച്ചത്. തുർക്കി സിവിൽ പ്രൊട്ടക്ഷൻ ഇന്ന് 40,600-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിറിയയിൽ ഏകദേശം 5,900 പേരാണ് മരിച്ചത്. തുർക്കിയിൽ കുറഞ്ഞത് 1,05,000-ത്തിലധികം കെട്ടിടങ്ങളെങ്കിലും പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. മ്യൂണിക്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുവന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് സമാപിച്ചു. രാജ്യങ്ങളുടെ ആയുധങ്ങൾ വാങ്ങലിനിടെ സമാധാനത്തിലുള്ള ചെറിയ പ്രതീക്ഷയും ഉറപ്പിച്ചാണ് സെക്യൂരിറ്റി ഉച്ചകോടി സമാപിച്ചത്. റഷ്യൻ ആക്രമണ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഉച്ചകോടിയിൽ ആയുധ വ്യവസായത്തിന്റെ പ്രതിനിധികൾ ചർച്ചാ പങ്കാളികളായി. ചൈനയുടെ ചീഫ് ഫോറിൻ പോളിസി ഓഫീസർ വാങ് യി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമാധാനത്തിനായി മോസ്കോയിൽ ഇടപെടാനോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ നേരിട്ട് സ്വാധീനം ചെലുത്താമോ എന്നുള്ള കാര്യം അദ്ദേഹം തീർത്തും വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ താൻ വിമർശിക്കുന്നതായി വാങ് ഒരു ഘട്ടത്തിലും സൂചിപ്പിച്ചില്ല. പരിമിതികളില്ലാത്ത സൗഹൃദം അംഗീകരിച്ചുകൊണ്ട് ചൈന വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഉപരോധത്തിന്റെ കാര്യത്തിലല്ലെങ്കിലും ചൈനയെ പാശ്ചാത്യപക്ഷത്ത് എത്തിക്കാൻ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ കിണഞ്ഞ് പരിശ്രമിച്ചതും ഏറെക്കുറെ വിജയകരമായി. അതുകൊണ്ട് തന്നെയായിരിക്കും ഇയുമായി സഹകരിക്കാമെന്ന് ചൈന അറിയിച്ചത്. എന്നാൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈനയിൽ നിന്നുള്ള അതിഥിയുമായി സംഭാഷണം നടത്താൻ ശ്രമിച്ചത് സുരക്ഷാ കോൺഫറൻസിന്റെ അതിരുകളിൽ തന്നെ വിഫലമായി. പിന്നീട് ഒരു സംയുക്ത പ്രസ്താവന പോലും ഉണ്ടായില്ല. അമേരിക്കയിൽ ചൈനീസ് നിരീക്ഷണ ബലൂണുകൾ ഉപയോഗിക്കുന്നതിനെ ബ്ലിങ്കൻ വിമർശിച്ചിരുന്നു. ഉക്രൈനിന്റെ ഉയർന്ന ഡിമാൻഡ് കണക്കിലെടുത്ത് പാശ്ചാത്യ പങ്കാളികൾ രാജ്യത്തിന് എങ്ങനെ ആയുധങ്ങൾ വേഗത്തിൽ ലഭിക്കുമെന്ന് പര്യവേഷണം ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ ആയുധങ്ങൾ വാങ്ങാൻ തന്നെ പദ്ധതി ഇടുന്നുണ്ട്. ഉക്രൈൻ അഭയാർത്ഥികൾ ജർമ്മൻ തൊഴിൽ വിപണിയിൽ ആശ്വാസം നൽകുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ഏകദേശം 1 വർഷം മുമ്പാണ് ആരംഭിച്ചത്. അതിനുശേഷം നിരവധി അഭയാർത്ഥികൾ ജർമ്മനിയിൽ അഭയം കണ്ടെത്തി. ജോലിക്കാരില്ലാതെ വലഞ്ഞ ജർമ്മൻ തൊഴിൽ വിപണി ഇതിൽ നിന്ന് പ്രയോജനം നേടിയതായി ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ അധിനിവേശത്തിന് മുമ്പുള്ളതിനേക്കാൾ 65,000-ത്തിലധികം ഉക്രൈനക്കാർ സോഷ്യൽ ഇൻഷുറൻസിന് വിധേയരായതായി കണക്കാക്കിയിട്ടുണ്ട്. ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിലെ ജീവനക്കാരുടെ ക്ഷാമം നേരിടാനും ഇത് സഹായിക്കുന്നുണ്ട്. ജർമ്മൻ തൊഴിൽ വിപണി ഇവർക്ക് സ്വീകാര്യമായി. വരും നാളുകളിലും ഉക്രൈനിൽ നിന്നുള്ള ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകളും പുരുഷന്മാരും മൈഗ്രേഷൻ ഓഫീസിന്റെ പ്രൊഫഷണൽ ഭാഷാ കോഴ്സുകൾ പൂർത്തിയാക്കുമ്പോൾ നിരവധി ആളുകൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. ജർമ്മനിയിലെത്തിയ ഓരോ 5ാമത്തെ ഉക്രൈൻ അഭയാർത്ഥിയും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ പ്രകാരം ഉക്രൈനിൽ നിന്നുള്ള 5-ൽ ഒരാൾക്ക് ജർമ്മനിയിൽ ജോലി ലഭിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം കാനഡയിലെത്തിയ 5.5 ലക്ഷത്തിലേറെ വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ കൂടുതലും ഇന്ത്യയിൽ നിന്നാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൂടുതലും സ്റ്റുഡന്റ് വിസകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. 2,26,450 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി 2022-ൽ കാനഡയിൽ എത്തിയത്. 2021-നെ അപേക്ഷിച്ച് 2022-ൽ 1,07,145-ലധികം പേരാണ് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയത്. ചൈന 2ാം സ്ഥാനത്തും ഫിലിപ്പീൻസ് 3ാം സ്ഥാനത്തുമാണ്. 2022 ഡിസംബർ 31-ലെ കണക്കനുസരിച്ച് 8,07,750 അന്തർദേശീയ വിദ്യാർത്ഥികളുടെ പക്കൽ സാധുവായ പെർമിറ്റ് ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ 3,19,130 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഈ പട്ടികയിൽ ഒന്നാമതാണ്. 184 രാജ്യങ്ങളിൽ നിന്നായി ആകെ 5,51,405
അന്തർദേശീയ വിദ്യാർത്ഥികൾ വടക്കേ അമേരിക്കൻ രാജ്യമായ കാനഡയിൽ എത്തിയെന്നാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ജനപ്രിയ രാജ്യമാണ് കാനഡ. രാജ്യത്തെ സുഗമമായ ഇമിഗ്രേഷൻ പ്രോസസ്, വിദ്യാർത്ഥി സൗഹൃദ നയങ്ങൾ, ഉയർന്ന തൊഴിലവസര നിരക്ക്, മൾട്ടി കൾച്ചറൽ അന്തരീക്ഷം എന്നിവ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് ശക്തമായ ഒരു കരിയർ പാത സ്ഥാപിക്കുന്നതിനും കാനഡ തിരഞ്ഞെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കാരണങ്ങളാണ്. അതേസമയം കാനഡയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളുടെ ബന്ധുക്കൾക്കും ഇനി രാജ്യത്ത് ജോലിക്ക് അപേക്ഷിക്കാം. ഓപ്പൺ വർക്ക് പെർമിറ്റുള്ള വിദേശികളുടെ ബന്ധുക്കൾക്ക് വർക്ക് പെർമിറ്റ് യോഗ്യത നൽകുമെന്ന് കാനഡ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ അനുമതി നിലവിൽ വരും. തൊഴിലാളി ക്ഷാമത്തെ തുടർന്നാണ് പുതിയ പ്രഖ്യാപനം. ഓപ്പൺ വർക്ക് പെർമിറ്റുള്ള വിദേശ പൗരന്മാർക്ക് കാനഡയിൽ ഏത് തൊഴിൽ ഉടമയുടെ കീഴിലും ഏത് ജോലിയും ചെയ്യാനുള്ള അനുമതിയുമുണ്ട്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റ പണമടച്ചുള്ള സബ്സ്ക്രിപ്ഷൻ സേവനം പരീക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ ആഴ്ച ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ലഭ്യമായ മെറ്റ വെരിഫൈഡ് ഉപയോക്താക്കളെ പ്രമാണീകരിക്കുകയും അവരുടെ സ്റ്റാറ്റസ് കാണിക്കുന്നതിൽ അവർക്കൊരു നീല ബാഡ്ജ് നൽകുകയും ചെയ്യും. ആൾമാറാട്ടത്തിനെതിരായ അധിക പരിരക്ഷയും മുൻഗണനാക്രമത്തിലുള്ള ഉപഭോക്തൃ പിന്തുണ ഉറപ്പാക്കലും സബ്സ്ക്രിപ്ഷനിൽ ഉൾപ്പെടുമെന്ന് സിഇഒ മാർക്ക് സുക്കർബർഗ് അറിയിച്ചു. വെബിൽ പ്രതിമാസം ഏകദേശം 11.20 യൂറോ ചിലവാകും. മറ്റു സോഷ്യൽ മീഡിയ സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ എലോൺ മസ്കിന്റെ പ്രതിമാസ ട്വിറ്റർ ബ്ലൂ സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെയായിരിക്കും ഇതിന്റെയും സബ്സ്ക്രിപ്ഷൻ. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അതിരൂപതയുടെ സഹായമെത്രാൻ ഡേവിഡ് ഒ കോണൽ വെടിയേറ്റ് മരിച്ചു. വർഷങ്ങളായി അതിരൂപതയിലെ കുടിയേറ്റക്കാർ, ദരിദ്രർ, സൗത്ത് ലോസ് ഏഞ്ചൽസിൽ തോക്ക് ആക്രമണത്തിന് ഇരയായവർ തുടങ്ങിയ സമൂഹത്തിന്റെ തണലായിരുന്നു ഈ മെത്രാൻ. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ വീടിനുള്ളിലാണ് മെത്രാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇസ്രായേലിൽ ആധുനിക കൃഷിരീതി പരിശീലനത്തിന് അയച്ച സംഘത്തിൽ നിന്ന് കണ്ണൂർ ഇരിട്ടി സ്വദേശി ബിജു കുര്യൻ മുങ്ങിയത് പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ബിജുവിന്റെ മുങ്ങൽ ആസൂത്രിതമായിട്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് 27 അംഗ കർഷക സംഘത്തെ ഇസ്രായേലിലേക്ക് അയച്ചത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് കർഷകരെ തെരഞ്ഞെടുത്തതെന്നും മന്ത്രി പറഞ്ഞു. ഇസ്രായേലിലും എംബസിയിലും പരാതി നൽകിയിട്ടുണ്ടെന്നും സംഘം നാളെ തിരിച്ചെത്തിയ ശേഷം നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷിരീതി പഠിക്കാൻ പോയി ഇസ്രായേലിൽ കാണാതായ കർഷകനെ അന്വേഷിക്കേണ്ട താൻ സുരക്ഷിതരാണെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും ഭാര്യയ്ക്ക് ബിജു കുര്യൻ സന്ദേശം അയച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇതിനെ ട്രോളി സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവം തന്നെ നടക്കുന്നുണ്ട്. ഇസ്രായേലിൽ ആധുനിക കൃഷി പഠിപ്പിക്കാൻ സർക്കാർ കൊണ്ടുപോയ 27 അംഗ സംഘത്തിലെ ഒരു കർഷകൻ സംഘവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 27 പേരിൽ 20 കർഷകർ എന്നത് കേരളത്തിലെ കർഷകരുടെ പ്രതിനിധികൾ ആണ്. അതിലുപരി സ്വന്തമായി യാത്രാ ചെലവ് കണ്ടെത്തിയ അവരിൽ ഭൂരിഭാഗവും സാമ്പത്തികമായി തീർത്തും താഴെത്തട്ടിൽ അല്ല എന്നും മനസ്സിലാക്കുന്നതായും ട്രോളുണ്ട്. ഇനി സർക്കാർ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള വിശദീകരണങ്ങളും കർഷകനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളും എന്തുതന്നെയായാലും സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഈ സംഘത്തിലെ കർഷകൻ പോലും ഈ ഇസ്രായേൽ വിനോദയാത്ര കേരളം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു അവസരമായി ഉപയോഗിച്ചു എങ്കിൽ എത്ര ഭീകരമായ അവസ്ഥയാണ് കേരളത്തിലെ കർഷകർ നേരിടുന്നതെന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. ഇക്കാര്യത്തിൽ കേരള കൃഷി വകുപ്പിന് പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. കാരണം ഒരാളെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. ഇത് മറ്റൊരു ട്രോളാണ്. കർഷകന് സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും അത്യാധുനിക സൗകര്യങ്ങളും നൽകുന്ന ഇസ്രായേലിൽ നിന്നും ആധുനിക കൃഷിയും പഠിച്ച് തിരിച്ച് കേരളത്തിൽ വന്ന് പന്നി കുത്തിമറിക്കുന്ന വയലിൽ വിത്തെറിഞ്ഞ് പന്നി കുത്താത്ത ഭാഗം മുളച്ചു പൊന്തുന്നത് ആനയും ചവിട്ടി തലയും ചൊറിഞ്ഞ് മേലോട്ട് നോക്കിയിരിക്കുന്ന ബാക്കി 19 പേരെ അപേക്ഷിച്ച് ഒരാളുടെയെങ്കിലും ഭാവി സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുത്തല്ലോ. നന്ദി പറയാം കൃഷി വകുപ്പിനും കൃഷി മന്ത്രിക്കും എന്നാണ് ചിലർ ട്രോളിയിരിക്കുന്നത്. കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഗതാഗത സൗകര്യം, ജലലഭ്യത, രോഗ കീട വന്യജീവി നിയന്ത്രണം, സംഭരണ ശേഷി, ന്യായവില എന്നിവയൊക്കെ തന്നെ ഇസ്രായേലിലെ പോലെയാണോ കേരളത്തിൽ എന്നും ചോദിക്കുന്നവരുണ്ട്. ഇനി അത് മാത്രമല്ല, അടുത്ത തവണ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ ചാടിപ്പോകാതെ ഇരിക്കാനായി ചീറ്റയെ കൊണ്ടുവരുന്ന പെട്ടികൾ ഉപയോഗിക്കണമെന്നും ചിലർ
വാദിക്കുന്നുണ്ട്. ബിജുവിനെ ഏതു വിധേനയും തിരിച്ചു പിടിച്ച് കൊണ്ടുവരിക എന്നത് ടൂർ സംഘടിപ്പിച്ചവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്നുള്ള ഒരു ആശങ്ക പലരും അന്വേഷിക്കുന്നുണ്ട്. എന്തു വന്നാലും രക്ഷപ്പെട്ടു പോയ കർഷക സുഹൃത്തിന് ഇസ്രായേലിൽ നല്ല ഭാവി ആശംസിക്കുന്നു എന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ, സർക്കാരിന്റെ സംരംഭക കണക്കിൽ ഒരാളെ കൂട്ടാൻ ബിജുവിനെ ഉപയോഗിക്കാം, ഇസ്രായേൽ കർഷക സംരംഭകൻ എന്ന തലക്കെട്ടിൽ. അത് മാത്രമല്ല, ഇനിയും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഇതുപോലുള്ള ടൂറുകൾ സംഘടിപ്പിച്ച് പുതിയ പശുവിനെയും കൂടുതലായി പാൽ നൽകുന്ന പശുക്കളെയും അന്വേഷിച്ച് സ്വിറ്റ്സർലൻഡിലോ ജർമ്മനിയിലോ ഒക്കെ എത്തിയാലും ഈ കൂട്ടത്തിൽ നിന്നും ചാടിപ്പോകാനും സാധ്യതയുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.